What does a turkey say? Gobble, gobble, gobble. What does a turkey do? Wiggle, wiggle, wiggle. What does a pilgrim do? Jiggle, jiggle, jiggle. Happy Thanksgiving to you. What? അടുത്തതായി സെഞ്ചുറി അടിച്ച് നമ്മളിലേക്ക് പയറുപോലെ കയറി വരുന്നത് ഒരു സൗമ്യ വ്യക്തിത്വത്തിന് ഉടമയാണ്. പെരുമാറ്റത്തിൽ തികഞ്ഞ മാന്യത, വാക്കുകളിൽ മിതത്വം, ബാഡ്മിൻ്റൺ കോർട്ടിലെ നിറസാന്നിധ്യം. ഈ മനുഷ്യൻ ബാഡ്മിൻ്റൺ റാക്കറ്റ് കയ്യിലെടുത്താൽ പിന്നെ വാളെടുത്ത വെളിച്ചപ്പാടിനെ പോലെയാണ്. ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്മാഷ് മാത്രമാണ്. ഡ്രോപ്പും റാലിയുമൊക്കെ ഇദ്ദേഹത്തിന് ഹറാമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇദ്ദേഹം കഴിഞ്ഞ നമ്മൾ ബാഡ്മിൻ്റൺ ലീഗിൽ റഫറിയോട് വളരെ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. താൻ സർവീസ് കൂടെ സ്മാഷ് ചെയ്ത് തുടങ്ങാമോ എന്നായിരുന്നു ആ ചോദ്യം. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടിൽ ചെന്നാൽ തികഞ്ഞ ഗൗരവക്കാരനാണ്. ഭാര്യയെയും പിള്ളേരെയും പീഡിപ്പിക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ ഇടാൻ മാത്രം താടി വളർത്തിയിട്ടുണ്ട്. എന്തെന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഗൗരവം പലപ്പോഴും ഭാര്യയുടെ ചളിയിൽ ഉരുകിത്തീരാറുണ്ടത്രേ. ഭക്ഷണം കൺട്രോൾ ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ഭാര്യ ഉണ്ടാക്കുന്ന രുചികരമായ മട്ടൻ ഹലീമിൻ്റെ മണമടിക്കുമ്പോൾ വായും വയറും പകച്ചു പോകും. പിന്നെ നീ അങ്ങ് മാറി നിൽക്ക് പഹയ, ഞങ്ങളിത് ഡീല് ചെയ്യാമെന്ന് പറഞ്ഞ് അവരറ്റാക്ക് തുടങ്ങും. സൗമ്യനത് വേദനയോടെ കണ്ടു നിൽക്കും. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല അല്ലേ? എങ്കിലൊരു ക്ലൂ തരാം. ഇത്രയും സൽസ്വഭാവിയും മിതഭാഷിയും സൗമ്യനുമായ ഈ മനുഷ്യൻ ഒരു കുറവുമില്ലേ എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു കുറവെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങളൊരു സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അങ്ങനെ ഞെട്ടിക്കുന്ന ആ സത്യം ഞങ്ങൾ കണ്ടെത്തി. ഉണ്ട്, ഇദ്ദേഹത്തിനൊരു കുറവുണ്ട്. ഇദ്ദേഹം നമ്മളിലെ ഏറ്റവും അലമ്പന്മാരിൽ ഒരാളായ മിസ്റ്റർ ബഫെ എന്നറിയപ്പെടുന്ന ദളപതിയുടെ ആത്മാർത്ഥ കൂട്ടുകാരനാണ്. ഇനിയും ആളെ പിടികിട്ടാത്തവർക്കായി ഇതാ.